ഇമാനുവൽ സിൽക്സ്, എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ്, മേലെ പട്ടാമ്പി. വിളയൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബഡ്സ് ഡേ വാരാചരണത്തിന് തുടക്കമായി. MLA മുഹമ്മദ് മുഹസിൻ ഉദ്ഘാടനം നിർവഹിച്ചു. വിളയൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബഡ്സ് ഡേ വാരാചരണത്തിന് തുടക്കമായി. ഓഗസ്റ്റ് 12 മുതൽ 16 വരെയാണ് പരിപാടികൾ നടത്തുന്നത്. പട്ടാമ്പി MLA മുഹമ്മദ് മുഹസിൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികളെ ഏറ്റവും നല്ല ട്രെയിനിങ് കൊടുക്കാനുള്ള അധ്യാപകർ അവിടെയുണ്ട്. നാട്ടുകാരുടെ സഹായം, ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രവർത്തനം എല്ലാം ചേർന്നുകൊണ്ട് വളരെ നന്നായി പ്രവർത്തിക്കുകയാണ്. ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ പറഞ്ഞു, നേരത്തെ ബഡ്സ് സ്കൂളിന് ഒരു കെട്ടിടത്തിന് MLA ഫണ്ടിൽ നിന്ന് 1 കോടി രൂപ കൊടുത്തു. ആ കെട്ടിടത്തിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത് പൂർത്തീകരിക്കാനും കൂടുതൽ ആവശ്യങ്ങൾ കുട്ടികൾക്ക് ഗുണം കിട്ടുന്ന രീതിയിൽ അവർക്കൊരു തൊഴിലടക്കമുള്ള കാര്യങ്ങൾക്ക് സാധ്യതയുള്ള രീതിയിലേക്ക് ആ ബഡ്സ് സ്കൂൾ മാറ്റണം എന്നുള്ളതുകൊണ്ട് അധികമായി ഫണ്ട് വേണമെന്ന് ഇവിടെ നിന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും നന്നായി ആത്മാർത്ഥമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ബഡ്സ് സ്കൂളായതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് അതിന് ഫണ്ട് കൂടുതൽ വെച്ചാൽ മറ്റുള്ളവർക്ക് മാതൃകയായിട്ടുള്ള പ്രവർത്തനം നിങ്ങൾ കാഴ്ചവെക്കും എന്ന്. അതുകൊണ്ട് MLA ഫണ്ടിൽ 50 ലക്ഷം രൂപ കൂടി അതിനുവേണ്ടി അനുവദിക്കുന്നു. വളരെ വേഗത്തിൽ ആ ബാക്കി ഫണ്ട് കൂടി വെച്ചുകൊണ്ട് അതിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാം നമുക്ക് എന്നുള്ളതാണ് പറയാനുള്ളത്. വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ അധ്യക്ഷത വഹിച്ചു. ഡിസബിലിറ്റി ആക്ടിവിസ്റ്റ് അനുമോൾ ലിൻസ് സെമിനാർ അവതരിപ്പിച്ചു. ഗൃഹസന്ദർശനം, സ്വാതന്ത്ര്യ ദിനാഘോഷം, ബഡ്സ് ഡേ കൂടാതെ വിവിധ ഇനം പരിപാടികൾ എന്നിവ വാരാചരണത്തിന്റെ ഭാഗമായി നടക്കും. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP നൌഫൽ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജി മണികണ്ഠൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. Karena masih